ഒന്ന് തുടരുക. രാഹുൽ ഈശ്വർ നമുക്കൊപ്പമുണ്ട്. രാഹുൽ ഈശ്വർ, ഈ തിരുപ്പതി ക്ഷേത്രം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ക്ഷേത്രമാണ്. നിരവധി മലയാളി ഭക്തരൊക്കെ വന്നു പോകുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരമൊരു വിവാദം ഉണ്ടായിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ വിവാദം മാത്രമാണ്. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? ഇത് രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവ സ്വഭാവത്തിൽ കാണണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ കാണാം. അതുകൊണ്ടാണ് ഒരു സിറ്റിംഗ് ജഡ്ജി ഈ വിഷയം അന്വേഷിക്കണം. ഞാൻ ഇന്നലെ ദേശീയ മാധ്യമങ്ങളിൽ ഇരുന്ന് ഈ ആവശ്യം ശക്തമായി ഉയർത്തിയിട്ടുമുണ്ട്. അതായത് ഒരു സിറ്റിംഗ് ജഡ്ജിയാണ് യഥാർത്ഥത്തിൽ ഇത് അന്വേഷിക്കേണ്ടത്. YSRും അല്ലെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണെന്നറിയാം. ചന്ദ്രബാബു നായിഡിനെ ജയിലിലിട്ട ആളാണ് ജഗൻ, നമുക്കറിയാം. തിരിച്ചു പ്രതികാരം ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, ആത്മീയ വിഷയമാണ്, ധാർമ്മിക വിഷയമാണ്. കഴിഞ്ഞ വർഷം വരെ കർണാടകയിലെ നന്ദിനിയായിരുന്നു ഇവർക്ക് ഇതിനുള്ള ഗീ എത്തിച്ചു കൊടുത്തിരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം ഇവരുടെ കോൺട്രാക്ട് മാറ്റുകയുണ്ടായി. അപ്പോൾ അന്ന് തന്നെ ചില വിവാദങ്ങൾ ഇതിൽ ഉടലെടുത്തിരുന്നു. ഏറ്റവും പ്രധാനം, ഇതിൽ വളരെ നിഷ്പക്ഷമായ സിറ്റിംഗ് ജഡ്ജിയുടെ ഒരു എൻക്വയറി ഉണ്ടാകണം. അഥവാ തെറ്റുകാരെന്ന് കാണുകയാണെങ്കിൽ അതിശക്തമായ നടപടിയും എടുക്കണം. നമുക്കിവിടെ യഥാർത്ഥത്തിൽ വേണ്ട ഒരു എൻക്വയറിയാണ്. ഒരു ആരോപണം ഉയർത്തിയിട്ടുണ്ട്. അത് സംസ്ഥാനത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണലി ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഉയർത്തിയത്. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യണം. അതോടൊപ്പം ഒരു വരി കൂടി, അമ്പലങ്ങൾ ഹിന്ദു വിശ്വാസികൾക്ക് തിരിച്ചു വിട്ടുകൊടുക്കുകയും ഗവൺമെന്റിന്റെ കൺട്രോൾ അമ്പലങ്ങളിൽ നിന്ന് മാറ്റേണ്ട ഒരു ചിന്ത കൂടെ ഈ അവസരത്തിൽ നമുക്ക് വരണം. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളികൾ ധരിക്കുന്നത് പോലെ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ ചർച്ചുകൾ ധരിക്കുന്നത് പോലെ ഹിന്ദു സമൂഹത്തിന് അമ്പലങ്ങളുടെ മേൽ അധികാരങ്ങളും അവകാശങ്ങളും വേണം. ആർട്ടിക്കിൾ 25ഉം 26ഉം ഉറപ്പ് തരുന്നു. ഇത് അത്യന്തം സ്തോഭജനകമായ വാർത്തയാണ്, ഞെട്ടൽ ഉളവാക്കുന്ന വാർത്തയാണ്, വേദന ഉളവാക്കുന്ന വാർത്തയാണ്, കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള ഒരു വാർത്തയാണ്. അതുകൊണ്ട് ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ എൻക്വയറി, ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്യണം. കാര്യം അങ്ങനെയൊക്കെ നമ്മൾ തിരുപ്പതിയിലൊക്കെ പോയി മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഈ ലഡു നമ്മൾ മേടിക്കുന്നത്. ഏറ്റവും പവിത്രമായി തിരിച്ച് നമ്മുടെ നാട്ടിലേക്കടക്കം കൊണ്ടുവരുന്ന കാര്യവുമാണ്. അതിൽ ആനിമൽ ഫാറ്റ് ചേർന്നിരുന്നു, ചില ആൾക്കാർ ബീഫ് സാധനം ചേർന്നിരുന്നു എന്ന് പറയുന്നു, ലോ ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറയുന്നു. അപ്പം വസ്തുതകൾ നമുക്ക് അറിയണം. എന്താണ് ഈ സാമ്പിൾ കളക്ട് ചെയ്തത്? പലപ്പോഴും എന്റെ ഭാഗത്തു നിന്ന്, ജഗന്റെ ഭാഗത്തു നിന്ന് അവരുടെ സ്പോക്സ് പേഴ്സൺ പറയുന്നത് ഈ ജൂലൈ 24-നാണ് സാമ്പിൾ കളക്ട് ചെയ്തതെന്നാണ്. ജൂണിലാണെങ്കിൽ ഇവരുടെ ടേമും തീർന്നു. അങ്ങനെയാണെങ്കിൽ അതും അന്വേഷിക്കണം. അതുകൊണ്ടൊരു നിഷ്പക്ഷമായ കോടതി അന്വേഷണം ഇതിൽ വേണം. രാഷ്ട്രീയത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് ശബരിമലയോ അല്ലെങ്കിൽ തിരുപ്പതിയോ അല്ലെങ്കിൽ ഗുരുവായൂരോ അല്ലെങ്കിൽ ഹാജിയലിയോ അല്ലെങ്കിൽ നമ്മുടെ പള്ളികളോ ഒന്നും മിസ്യൂസ് ചെയ്യപ്പെടരുത്. അതുകൊണ്ട് വളരെ ശക്തമായ എൻക്വയറി വേണം. കോടിക്കണക്കിന് ഭക്തരെ, ലക്ഷക്കണക്കിന് പോലും അല്ല, കോടിക്കണക്കിന് ഭക്തരെ ബാധിക്കുന്ന വിഷയമാണ്. ലോകത്തിൽ ഏറ്റവും ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് തിരുപ്പതി. ഒരു ദിവസം 50,000 മുതൽ 53,000 ആൾക്കാർ വരെയാണ് ഒരു ദിവസം വിസിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ശബരിമലയ്ക്ക് പോലും തിരുപ്പതി. രാഹുൽ ഈശ്വർ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇതൊരു വിവാദമാണ്. ഇതിൽ വസ്തുത ഇനിയും പുറത്തു വരേണ്ടതുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു എൻക്വയറിയാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്. ശരി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു പക്വതയില്ലാത്ത ഒരു വിവാദമായി ഇതിപ്പോൾ ഉയർന്നു വരുന്നുണ്ടോ? കാരണം ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഇങ്ങനെ മൃഗക്കൊഴുപ്പ് കലർന്ന പ്രസാദം വിതരണം ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നാൽ അതുണ്ടാക്കുന്ന, ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അതുണ്ടാക്കുന്ന പ്രതിഫലനം എത്ര വലുതാണെന്ന് തിരിച്ചറിയാതെയാണോ രാഷ്ട്രീയ നേതാക്കൾ ഈ ഒരു നീക്കം നടത്തുന്നത്? സാർ, അങ്ങനെയല്ല. പക്ഷെ എനിക്ക് അങ്ങ് പറയുന്നതിന്റെ ആംഗിൾ കറക്റ്റാണ്, എനിക്കത് മനസ്സിലാവും. പക്ഷെ ഒരു വിശ്വാസി എന്ന രീതിയിൽ നമ്മുടെ മനസ്സ് വേദനിക്കാതിരിക്കുക തരമില്ല. ഓർമ്മ കാണും, നമ്മുടെ ജയമാല എന്ന് പറയുന്ന ഒരു യുവതി ശബരിമല കയറി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും വർഷങ്ങളോളം വിവാദം ഉണ്ടായി. അപ്പൊ മൃഗക്കൊഴുപ്പൊക്കെ ലഡു പോലെ പരിശുദ്ധമായ, തിരുപ്പതിയിൽ ഏറ്റവും പ്രധാന ലഡുവാണ്, വെങ്കടേശ്വരന്റെ ഈ ലഡുവാണ്. അതിൽ കൊഴുന്നിട്ടെന്ന് പറഞ്ഞാൽ വൈകാരികപരമായ റെസ്പോൺസ് ഉണ്ടാകും. അത് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയാണ് എത്രയും, ഞാൻ ജനങ്ങളെയല്ല കുറ്റം പറഞ്ഞത്, അത് ഈ വിവാദം ഉയർത്തിയവരെയാണ്. കാരണം അതിലൊരു വ്യക്തത വന്നില്ലെങ്കിൽ നാളെ ഒരു ഘട്ടത്തിൽ ഈ വിവാദം തെറ്റായിരുന്നു, ഈ വിവാദം ഇതിന്റെ ലാബ് റിസൾട്ട് ഫലത്തിൽ മറ്റൊരു റിസൾട്ട് വന്നാൽ ഇത് ജനത്തിനിടയിൽ ഉണ്ടാക്കിയ വിള്ളൽ അതൊന്നും നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ല. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാര്യം സാമുദായികമായി ചേരിതിരി ഉണ്ടാകും, വർഗീയമായ വിദ്വേഷം ഉണ്ടാകും. പക്ഷേ ഇതൊരു നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെയാണ്. അതുകൊണ്ടാണ് ഈ വിവാദം തെറ്റാകട്ടെ, അങ്ങനെയല്ല. കാര്യം ഞാനും കൂടെ കഴിഞ്ഞ വർഷം പോയി ഇതേ ലഡു മേടിച്ചതാണ്, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്, കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോ അങ്ങനെ ആകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഉള്ളപ്പോഴും ഈ വിഷയം വെളിയിൽ വന്ന സ്ഥിതിക്കും, ഒരു ലാബ് റിപ്പോർട്ട് ഉണ്ടായ സ്ഥിതിക്കും, ആ ലാബ് റിപ്പോർട്ടിൽ ശാസ്ത്രീയമായ അന്വേഷണം ഉണ്ടായ സ്ഥിതിക്കും ശക്തമായ അന്വേഷണം വേണം. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു സത്വര നടപടി വേണം. ശരി, RV ബാബു കൂടിയുണ്ട്, ഹിന്ദു ഐക്യവേദി.